രണ്ടാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് നടന്ന ദുറൂസുൽ ഇഹ്സാനിൻ്റെ ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരുപാട് കഷ്ടപ്പെട്ട് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചു, അവർക്കൊരാകാംക്ഷയുണ്ടാകും ഏത് രൂപത്തിലൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, എൻ്റെ കുട്ടി എഴുതിയിട്ടുണ്ടാകുമോ എന്നുള്ളത്. മറ്റൊന്ന്, കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വരുന്ന പരീക്ഷകളിലൊക്കെ തിരുത്താനും ഇത് സഹായകമാകും. ഈ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്നായിരുന്നു. അതിൽ ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇശാഇൻ്റെ മുമ്പ് ഉറങ്ങുന്നത്. രണ്ടാമത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇശാഇൻ്റെ ശേഷം സംസാരിക്കുന്നത്. മൂന്നാമത്തത്, വൈകി ഉറങ്ങിയാൽ ഉണരാൻ വൈകും. 4, വൈകി ഉണർന്നാൽ ബറക്കത്ത് നഷ്ടമാകും. 5, ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി. നേരത്തെ ഉണർന്നാൽ ബറക്കത്ത് ഉണ്ടാകും. ഈ ഒരു രൂപത്തിലാണ് അതിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം പൂർത്തിയാക്കാമെന്നൊരു ചോദ്യമായിരുന്നു വന്നിട്ടുള്ളത്. അതിലൊന്ന്, പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം, അതിന് നാം മിസ്വാക്ക് ചെയ്യണം എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. പാഠഭാഗത്തിൽ അങ്ങനെയാണുള്ളത്. രണ്ടാമത്തത്, നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. മൂന്നാമത്തത്, നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. നാലാമത്തത്, നഖം നീട്ടി വളർത്തരുത്, നീണ്ട നഖങ്ങൾക്കടിയിൽ രോഗാണുക്കൾ വസിക്കും എന്നാണ്. രോഗാണുക്കൾ വസിക്കും. 5, മക്കളെ ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഈ രൂപത്തിലാണ്. ഇനി മൂന്നാമത്തത്, 2 വീതം എഴുതാം എന്നുള്ള ചോദ്യത്തിൽ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. ഇതൊക്കെയാണ്. ഇനി രണ്ടാമത്തത്, മിസ്വാക്ക് ചെയ്യേണ്ട ചില സമയങ്ങളോ ഉറങ്ങും മുമ്പ്, ഉണർന്നയുടനെ, ഖുർആൻ ഓതും മുമ്പ്, വുളൂ ചെയ്യുമ്പോൾ. ഇനി അടുത്തത്, നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്ന ചോദ്യം വന്നിട്ടുണ്ട്. ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. ഇനി നാലാമത്തത്, ഉത്തരം എഴുതാം എന്നൊരു ചോദ്യമായിരുന്നു വന്നിട്ടുള്ളത്. പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം പറയണം എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാം പറയേണ്ട വചനം ഏത് എന്ന് ചോദിച്ചിരുന്നു. അസ്സലാമു അലൈക്കും. സലാം മടക്കേണ്ട വചനം ഏത്? വഅലൈക്കും അസ്സലാം. ഒക്കെ എളുപ്പമുള്ളതാണ്. നാലാമത്തത്, മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഇഷ്ടപ്പെടും ആര്? അള്ളാഹു ഇഷ്ടപ്പെടും. ഇതൊക്കെയായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. അവസാനം, കൈവിരലുകളുടെ നഖം മുറിക്കേണ്ട ക്രമ നമ്പർ ഇടാനാണ്. അവിടെ താഴെ ചിത്രമുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു വട്ടമുണ്ട്, നമ്പർ ഇടാനുണ്ട്. വട്ടമുണ്ടായിരുന്നു. ആ വട്ടത്തിൽ അതിൻ്റെ ക്രമപ്രകാരമുള്ള നമ്പർ രേഖപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് അതിൻ്റെ ശരിയായ രൂപത്തിലൂടെ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാകും, എളുപ്പമുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കുട്ടികൾ എന്താണ് പറയുന്നത് എന്ന് രക്ഷിതാക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നേരത്തെ എത്തുന്നതിന് ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.